To BSc Complementary Physics, Semester 4, Class number 5. And today's topic is Atomic Physics Vector Atom Model. The Vector Atom Model, that is the topic of discussion today. The Vector Atom Model. What is Vector Atom Model? The vector atom model of an atom is a model of the atom in terms of angular momentum. It can be considered as the extension of Bohr-Sommerfeld atom model. This model can be explained on the basis of following points. വെക്ടർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു അഡീഷനാണ്. ബോർ ആറ്റം മോഡൽ പഠിച്ചതാണ്, അതിൻ്റെ കുറേ ഇക്വേഷനൊക്കെ പഠിച്ചതാണ്, പ്രോബ്ലം ചെയ്തതാണ്. സോമർഫീൽഡ് ആറ്റം മോഡൽ സിലബസിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ തരാം. സിലബസിൽ നിന്ന് പുറത്ത് ചിലപ്പോൾ ചോദിക്കാം. സോമർഫീൽഡ് ആറ്റം മോഡൽ. അപ്പോൾ ബോറിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് സോമർഫീൽഡ്. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഉണ്ട്. അതായത് കൺസെപ്റ്റ് ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റ്, പിന്നെ റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് ഓഫ് ഇലക്ട്രോൺ വിത്ത് വെലോസിറ്റി. അങ്ങനെ 2 പോയിന്റ് ഉണ്ട്. ആ 2 പോയിന്റ് ഉൾപ്പെട്ടതാണ് ഈ സോമർഫീൽഡ് ആറ്റം മോഡൽ. ഈ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന് ചില ഡ്രോബാക്സ് ഉണ്ട്, അപര്യാപ്തകളുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടാണ് ഒരു ഫൈനൽ മോഡൽ, ദ വെക്ടർ ആറ്റം മോഡൽ ഉണ്ടായത്. ഇത് പ്യുവറായിട്ടും ആംഗുലാർ മൊമെന്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ദ വെക്ടർ model of the atom is a model of the atom in terms of angular momentum. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വെക്ടർ ആറ്റം മോഡൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ. ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിൻ്റെ BS ആറ്റം മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്, ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ മോഡൽ എന്ന് പറയാവുന്നതാണ്. ദിസ് മോഡൽ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ദി ഫോളോയിങ് പോയിന്റ്സ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു 2 പോയിന്റാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഏതൊക്കെ 2 പോയിന്റ് നോക്കുക, പുതിയ പോയിന്റുകൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യങ്ങൾ പഠിക്കാം. അത് ഈ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിലെ ഡ്രോബാക്സ് ആണ്. അതിന് കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ചിലത് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ വെക്ടർ ആറ്റം മോഡൽ തയ്യാറാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിൻ്റെ അപര്യാപ്തകൾ, അതറിയണം നമ്മൾ. ഡ്രോബാക്സ്. ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ വാസ് ഇൻഅഡിക്വേറ്റ്, അപര്യാപ്തമാണെന്ന്. ഇറ്റ് കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് BS മോഡലിൽ പറ്റത്തില്ല. എന്താണ് ഫൈൻ സ്ട്രക്ചർ? നിങ്ങൾ കേട്ട് കാണും. H-alpha ലൈൻ എന്ന് പറഞ്ഞാൽ N=3 ഓർബിറ്റിൽ നിന്ന് N=2 ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ്. ഒറ്റ ലൈനാണ് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അതിനകത്ത് പല ചെറിയ ലൈനുണ്ട്, ഒരു 5 ചെറിയ ലൈനുണ്ട്. ആ ചെറിയ ലൈനുകളെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ ഈ H-alpha ലൈൻ സിംഗിൾ ലൈൻ അല്ല, പല ലൈൻസ് കൂടി ചേർന്നതാണ്. ആ പല ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ BS ആറ്റം മോഡലിന്, ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന് പറ്റില്ല. അതൊരു ഡ്രോബാക്കാണ്. അനദർ drawback of the model was that it did not give any idea regarding the distribution of electrons in atoms. ആറ്റമിലെ ഓരോ ഓർബിറ്റിലും ഇത്ര വീത ഇലക്ട്രോൺസ് ഉണ്ടെന്നൊരു കണക്കുണ്ട്. നിങ്ങൾക്കറിയാം 2n² റൂൾ. ഫസ്റ്റ് ഓർബിറ്റിൽ മാക്സിമം 2, സെക്കൻഡ് ഓർബിറ്റിൽ മാക്സിമം 8, തേർഡിൽ 18, അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ. അത്തരമൊരു കണക്കിനെ കുറിച്ച് ഒരു ഐഡിയ തരാനായിട്ട് BS ആറ്റം മോഡലിന് കൃത്യമായി പറ്റത്തില്ല. ഫർദർ, the model could not provide any explanation to the phenomena like Zeeman effect, Stark effect, etc. അപ്പോൾ സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് പോലെയുള്ള അറ്റോമിക് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഈ BS ആറ്റം മോഡലിന്, ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ കഴിയത്തില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ BS ആറ്റം മോഡലിൻ്റെ അപര്യാപ്തകൾ? H-alpha ലൈൻ പോലെയുള്ള ലൈനുകളുടെ ഫൈൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ ഓരോ ഓർബിറ്റിലും വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായി പറയാനാവില്ല. സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് പോലെയുള്ള ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് പുതിയ ആശയവും പുതിയ മോഡലും വന്നത്. പുതിയ മോഡലാണ് വെക്ടർ ആറ്റം മോഡൽ. New ideas were therefore introduced by
introduced by Sommerfeld, Gauss-Smith, Pauli and others, which finally gave shape to the vector atom model, vector model of atom. ഇപ്പോൾ പുത്തനാശയങ്ങൾ സോമർഫെൽഡും ആ ഗൗസ് സ്മിത്തും പോളിയൊക്കെ കൊണ്ടുവരും. അവയെല്ലാം ചേർത്താണ് ഈ വെക്ടർ ആറ്റം മോഡൽ തയ്യാറാക്കിയത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദം ന്യൂ ഐഡിയ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐഡിയ എമംഗ് ദം ആർ ദി കൺസെപ്റ്റ് ഓഫ് എ സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ ആൻഡ് ബി സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. വെക്ടർ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളാണ്, ഒന്ന് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, രണ്ടാമത് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇത് സെപ്പറേറ്റ്, ഇത് എസ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ സെപ്പറേറ്റ് ഷോർട്ട് ആൻസറാണ് ഈ കാണുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, എക്സ്പ്ലെയിൻ സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വെക്ടർ ആറ്റം മോഡൽ ഒരു ഇമ്പോർട്ടൻ്റ് എസ് ആണ്. ഇനി എസ് അല്ല എങ്കിൽ ചോദിക്കാവുന്ന ഷോർട്ട് ആൻസറാണ് ഇതൊക്കെ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ഈ രണ്ട് കൺസെപ്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ്. ആദ്യം ഡ്രോബാക്സ് പറഞ്ഞു, ഇനി നമ്മൾ എസ്സേയുടെ അടുത്ത പാർട്ടായിട്ട് ടു കൺസെപ്റ്റ് ഒന്നാമത്തതാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ. You see spatial quantization. Bohr-Sommerfeld orbits, അവിടെ ഒരു ഓർബിറ്റ്സ് ഒരു വാക്ക് വേണം കേട്ടോ. Bohr-Sommerfeld orbits, ആ ഓർബിറ്റ്സ് ചേർക്കണേ. Bohr-Sommerfeld orbits are quantized as regards to their size and shape, but there is no restriction about the orientation of electron orbits in space. Sommerfeld himself proposed that the orientation of the orbit in space should be quantized. He suggested that out of an infinite number of possible orientations for the orbit in space, a definite number satisfying certain quantum conditions alone are allowed. This is the concept of spatial quantization. അപ്പോൾ ഈ Bohr-Sommerfeld ഈ ഓർബിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോമർഫീൽഡാണ് ഈ ഓർബിറ്റ് സർക്കുലർ അല്ല എലിപ്റ്റിക്കലാണെന്ന് പറയുന്നത്. അപ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഇതിനു മുമ്പുണ്ട്, സോമർഫീൽഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എങ്ങോട്ടാണ് ഓറിയൻറ്റ് ചെയ്യേണ്ടത്, ഈ ആറ്റത്തിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഇലക്ട്രോൺ മോഷനുമായിട്ട് നോക്കുമ്പോൾ ഈ ആറ്റത്തിൽ ഈ ഓർബിറ്റ് കിടക്കുന്ന പ്ലെയിൻ ഏതാണ്, ഓറിയൻറ്റേഷനാണ്, അതിനെപ്പറ്റി കൃത്യമായ ഐഡിയ BS ആറ്റം മോഡലിലില്ല. ആറ്റം കറങ്ങുന്ന ഓർബിറ്റ് എലിപ്റ്റിക്കാന്ന് പറയും, പക്ഷെ അത് എങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇലക്ട്രോൺ മോഷനായിട്ട് നോക്കുമ്പോൾ എങ്ങോട്ടാണ് ഇത് തിരിഞ്ഞു കിടക്കുന്നത്, ഓറിയൻറ്റേഷൻ എന്താണ്, വെർട്ടിക്കലാണോ ഹോറിസോണ്ടലാണോ എന്നുള്ളതിന് കണക്കില്ല. അതിന് ഈ സോമർഫീൽഡ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും, സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ. നമ്മൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ആയിരക്കണക്കിന് ആളും ഈ ഓർബിറ്റ് ഓറിയൻറ്റേഷൻ വിചാരിക്കാം, അതിൽ ചരിവുകൾ വിചാരിക്കാം, അതിൽ ചിലത് മാത്രം സെലക്ട് ചെയ്യുക. അതിനെയാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെന്റൻസ് ആണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഏതാണ്? ഔട്ട് ഓഫ് ഹി സജസ്റ്റഡ് ദാറ്റ് ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയൻറ്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനിറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് certain quantum conditions alone are allowed. ആയിരക്കണക്കിന് ഇൻഫിനിറ്റ് കണക്കിന് അനന്തമായിട്ട് ഓർബിറ്റുകൾ വിചാരിക്കാവുന്നതിൽ ചിലത് മാത്രം ചൂസ് ചെയ്യുക, ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക, ചില ഓർബിറ്റ് മാത്രം ചൂസ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ. ന്യൂക്ലിയസിന് ചുറ്റും ഒരു പർട്ടിക്കുലർ നമ്പർ ഓർബിറ്റ് എടുത്താൽ അതിന് അവിടെ ആ ഓർബിറ്റിൻ്റെ ഓറിയൻറ്റേഷനായിട്ട് അനേകം ഡയറക്ഷൻ വിചാരിക്കാം, നമുക്ക് അനേകം ഓറിയൻറ്റേഷൻ വിചാരിക്കാം. അതിൽ ചിലത് മാത്രം ചൂസ് ചെയ്യുക. ആ ചിലത് മാത്രം ചൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ. ആ സെൻറ്റൻസ് പ്രത്യേകം പഠിച്ചോളാം. ഹി സജസ്റ്റഡ് ദാറ്റ് ഔട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഓറിയൻറ്റേഷൻസ് ഫോർ ദി ഓർബിറ്റ് ഇൻ സ്പേസ് എ ഡെഫിനറ്റ് നമ്പർ സാറ്റിസ്ഫൈങ് certain quantum conditions alone are allowed. This is the concept of special quantization. ഇപ്പോൾ സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസ്
അത്യാവശ്യം വേണ്ടി വരും. I shall read it once again. Both Sommerfeld orbits are quantized as regards to their size and shape, but there is no restriction about the orientation of electron orbits in space. Sommerfeld himself proposed that orientation of the orbit in space should be quantized. He suggested that out of an infinite number of possible orientations for the orbit in space, a definite number satisfying certain quantum conditions alone are allowed. This is the concept of spatial quantization. ഇനി അടുത്ത കേസ്, രണ്ടാമത്തെ പോയിന്റ് പറയുകയാണ്. ഈ വെക്ടർ ആറ്റം മോഡലിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് പറയുകയാണ്. ഒന്നാമത്താണ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, രണ്ടാമത്താണ് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. ആ കൺസെപ്റ്റ് ഈ പടത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നോക്കിയേ, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ഇലക്ട്രോൺ കറങ്ങുന്ന ഓർബിറ്റ് കാണിച്ചിരിക്കുകയാണ്. ന്യൂക്ലിയസ് ആണ് എന്ന് പറയുന്നത്, ഇലക്ട്രോണാണ് ആ ഓർബിറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും കറങ്ങുമ്പോൾ സ്വന്തം ആക്സിൽ സ്പിൻ ചെയ്യും. സ്പിൻ മോഷൻ അവിടെ ഇരിക്കുന്നതാണ് സ്പിൻ മോഷൻ. ഈ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ ഭൂമി അതിൻ്റെ ആക്സിൽ കറങ്ങുന്നത് പോലെ ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ, ഈ ഭൂമിയുടെ സ്ഥാനത്ത് ഇലക്ട്രോണാണ് വരുന്നത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ അതിൻ്റെ സ്വന്തം ആക്സിൽ സ്പിൻ ചെയ്യും. അതിനെയാണ് സ്പിൻ മോഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ കൺസെപ്റ്റാണ്. അതിനെയാണ് നമ്മൾ സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിൻ മോഷൻ ഞാൻ ആരോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് ആശയം കൊടുത്ത് ആരാന്ന് നോക്കാം നമുക്ക്. In 1925, Uhlenbeck, UHLENBCK, Uhlenbeck and Gauss-Smith put forward the spinning electron hypothesis. According to this hypothesis, the electron rotates about an axis of its own, spins while revolving around the nucleus. Thus, the motion of electron is somewhat similar to that of a planet which not only revolves around the sun but also rotates about an axis of its own. According to quantum theory, the spin motion should also be quantized. അപ്പോൾ ഇത് 1925 യൂളൻബെക്കും ഗൗഡ്സ്മിത്തും കൂടി കൊണ്ടുവന്ന ഒരു ആശയമാണ് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അക്കോർഡിംഗ് ടു ദിസ് ഹൈപ്പോത്തിസിസ്, ഈ ഹൈപ്പോത്തിസിസ് പ്രകാരം ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അത് ഈ ന്യൂക്ലിയസ് ചുറ്റി റിവോൾവ് ചെയ്യുമ്പോൾ സ്വന്തം ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും. ആ സ്വന്തം ആക്സിലെ റൊട്ടേഷനാണ് സ്പിൻ എന്ന് പറയുന്നത്. ദാസ് ദ സ്പിൻ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഈസ് സംവാട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് പ്ലാനറ്റ്. അപ്പോൾ പ്ലാനറ്റ് സൂര്യറ്റ് കറങ്ങുന്ന പോലെയാണ്. പ്ലാനറ്റ് കറങ്ങുമ്പോൾ അതിന് സ്വന്തം ആക്സിൽ കറങ്ങും, ഭൂമി അതിന് സ്വന്തം ആക്സിൽ വേണ്ടി കറങ്ങും എന്ന രീതിയിലാണ്. According to quantum theory, the spin motion also should be quantized. The spin motion quantize ചെയ്യണം. അതും എങ്ങോട്ട് കറങ്ങണം, ക്ലോക്ക് വൈസ് ഇറങ്ങണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഇറങ്ങണോ എന്നുള്ളത് ചില ക്വാണ്ടം കണ്ടീഷൻ അനുസരിച്ചിട്ട് പറയും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ടത് ഈ വെക്ടർ ആറ്റം മോഡലിലൂടെ അസോസിയേറ്റ് ചെയ്യുന്ന കോഡ നമ്പറാണ്. 7 കോഡ നമ്പറാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. കോഡ നമ്പേഴ്സ് അസോസിയേറ്റ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ. വെക്ടർ ആറ്റം മോഡലോട് ബന്ധപ്പെട്ട കോഡ നമ്പേഴ്സ് 7 നമ്പേഴ്സാണ് ഉള്ളത്. അതിൻ്റെ നമ്പർ, അതിൻ്റെ പേര് പഠിച്ചുകൊള്ളാം. According to the vector atom model, each electron in an atom is characterized by a set of quantum numbers. The quantum numbers are N, L, S, J, M, L, M, S and M, J. N, L, S, J, M, L, M, S and M, J. അതിൻ്റെ പേര് നമ്മൾ പഠിക്കാൻ പോകണം. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L orbital quantum number, S spin quantum number, J total angular momentum quantum number, ML magnetic orbital quantum number, MS magnetic spin quantum number and MJ magnetic total angular momentum quantum number. അപ്പോൾ എല്ലാ പേരും ഇപ്പോൾ ഓർക്കണമെന്നില്ല, ഓരോ പേരും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓരോ പേരും താഴെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ. നമ്പർ 1 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇത് നമ്മൾ പഠിച്ച ബോർ ആറ്റം മോഡലിലെ ക്വാണ്ടം നമ്പർ N തന്നെയാണ്. W പറയുമ്പോൾ ഒരു N വരുമല്ലോ ബോർ ആറ്റം മോഡലിൽ. W is equal to -4/8 epsilon 0 square N square H square എന്ന് വരത്തില്ലേ, അവിടെ വരുന്ന N തന്നെയാണ് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N.
This coordinate number is identical with the coordinate number in the BS atom model. BS means Bohr-Sommerfeld atom model. It takes integral values 1, 2, 3, etc. 1, 2, 3 പോലുള്ള സംഖ്യകളാണ് സ്വീകരിക്കുക. If n is 1, the orbit is called k orbit. If n is 2, l orbit. If n is 3, m orbit, and so on. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. K shell എന്താണ്, L shell എന്താണെന്ന് അറിയാവുന്നത്. The energy of electron in the atom depends on the value of n. എനർജി പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് എന്നിനെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, W equal to minus m e raised to 4 by 8 epsilon 0 square n square h square. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്നാണ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ -13.6 by n സ്ക്വയർ എന്നാണ് എനർജിയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ക്വാണ്ടം നമ്പർ. നമ്പർ 2 ക്വാണ്ടം നമ്പർ. സെക്കൻഡ്, orbital quantum number L. It can take any integral value from 0 to n minus 1. അപ്പോൾ n വാല്യൂ ഡിപ്പെൻഡൻ്റ് ആണ് L വാല്യൂ. Lന് 0 to n minus 1 വാല്യൂവിൽ എടുക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, ഇഫ് n is 1 then L is 0, ഒരു വാല്യൂ തന്നെ. ഇഫ് n is 2 then L is 0, 1, രണ്ട് വാല്യൂ. ഇഫ് n is 3 L is 0, 1, 2, മൂന്ന് വാല്യൂസ്. ഇഫ് n is 4 L is 0, 1, 2, 3 and so on. അങ്ങനെയാണ് എന്നും എല്ലും വാല്യൂസ് പോകുന്നത്. ഇലക്ട്രോൺസ് ഫോർ വിച്ച് L is 0, 1, 2, 3 ആർ കോൾഡ് SPDF ഇലക്ട്രോൺസ്. അപ്പോൾ ഈ സബ്ഷെല്ലിൻ്റെ നമ്പറാണ് L എന്ന് പറയുന്നത്. അപ്പോൾ ഈ L 0 ആണെങ്കിൽ 1, 2, 3 ആണെങ്കിൽ അത്തരം സബോർബിറ്റിനെ വിളിക്കുന്ന പേരാണ് SPDF സബോർബിറ്റ്സ് എന്ന് പറയും. ഇത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് given by capital L is L star small star into h/2π. അപ്പോൾ L സ്റ്റാറിൻ്റെ h/2π എന്നാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത്. എന്താണ് L സ്റ്റാർ? L സ്റ്റാർ ഈസ് റൂട്ട് ഓഫ് L into L plus 1 or L into L plus 1 the whole raised to 1/2. അതാണ് L സ്റ്റാറിൻ്റെ വാല്യൂ. അത് വേവ് മെക്കാനിക്കൽ കൺസെപ്റ്റിലാണ് ഇങ്ങനെ റൂട്ട് ഓഫ് L into L plus 1 എടുക്കുക. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് വേവ് മെക്കാനിക്സ്. അപ്പോൾ ഇനി കുറച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് വായിക്കാൻ ശ്രമിക്കണേ. ടൈപ്പ് ചെയ്യുന്ന ഈ പയ്യൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട്, റൂട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ മൊബൈലിൽ അത് ടൈപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. എനിക്ക് വായിക്കാം. ഇപ്പോൾ മൂന്നാമത്തെ രണ്ട് ക്വാണ്ടം നമ്പർ പറഞ്ഞല്ലോ നമ്മൾ. ഒന്ന് n പറഞ്ഞു, രണ്ടാമത്തെ L പറഞ്ഞു, മൂന്നാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ S എന്ന് പറയും. എസ് എല്ലാം ചെറിയ ഷേഡാണ്, സ്മോൾ ലെറ്റർ S ആണ്. ദ വാല്യൂ ഓഫ് S ഈസ് ഓൾവേസ് 1/2. എസിൻ്റെ വാല്യൂ 1/2 ആണ്. ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ S വെക്ടർ ഈസ് S star h/2π. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞതുപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പറയും ക്യാപിറ്റൽ S വെക്ടർ ഈസ് ഇക്വൽ ടു സ്മോൾ സ്റ്റാർ ഇൻറ്റു h/2π, where S star is root of S into S plus 1. അപ്പോൾ മൂന്നായില്ലേ. ഇനി നമുക്ക് നാലാമത്തിലേക്ക് പോവാം. നാലാമത്തതിനെ നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്ന് പറയും. സ്മോൾ ജെ. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ സ്മോൾ ജെ കേട്ടോ. സ്മോൾ ജെ ആണ് ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ജെ. ദിസ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടം നമ്പർ ഫോർ resultant angular momentum. You read, this represents the quantum number for resultant angular momentum of the electron due to orbital motion and spin motion. Orbital മോഷൻ്റെയും സ്പിൻ മോഷൻ്റെയും രണ്ടും ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ക്വാണ്ടം നമ്പറാണ് J എന്ന് പറയുന്നത്. ജെയെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ദിസ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടം നമ്പർ ഫോർ resultant angular momentum of the electron due to orbital motion and spin motion. J is L plus or minus S, എല്ലാം small letters. For example, if L is 0, L 0 തുടങ്ങാമല്ലോ. If L is 0, J is half or minus half. If L is 1, J is 3/2 or 1/2. If L is 2, J is equal 5/2 or 3/2 and so on. അങ്ങനെയാണ് വാല്യൂ പോകുന്നത്. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്യാപിറ്റൽ J is equal to J star into h/2π, where J star is
റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇതെല്ലാം എഴുതിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ജെ എന്നുള്ള എൽ പ്ലസ് ഓർ മൈനസസ് ആണ് കേട്ടോ, എൽ പ്ലസ് ഓർ മൈനസസ്. എസിൻ്റെ വാല്യൂ ഹാഫ് എടുക്കുകയാണെങ്കിൽ. പിന്നെ ജെയുടെ വാല്യൂ മൈനസ് വാല്യൂ നമ്മൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് ആ ഫസ്റ്റ് വാല്യൂ ഇല്ല, ജെ ഹാഫ് മാത്രം എടുത്താൽ മതി. -1 ഇട്ടു അവിടെ എഴുതി വെക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആപ്ലിക്കേഷനായിട്ട് വരത്തില്ല. ഇനി അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 എത്ര കോഡ് നമ്പർ പറഞ്ഞു? 4 പറഞ്ഞല്ലോ, NLSJ പറഞ്ഞു. ഇനി ഒരു 3 കൂടി ബാക്കിയുണ്ട്. അത് പറയാനായിട്ട് നമ്മളൊരു സെൻറ്റൻസ് ഇവിടെ എഴുതി വെക്കുകയാണ്. ഇവിടെ നോക്കൂ. When the atom is situated in a magnetic field, the orbits get spatially quantized with respect to the direction of the field. Then 3 more magnetic quantum numbers will be associated with each atom. അപ്പോൾ നോക്കിയേ, when the atom is situated in a magnetic field, the orbits get spatially quantized with respect to the direction of the field. അപ്പോൾ ആറ്റത്തിലൊരു ഫീൽഡ് കാണും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ആറ്റം വരുമ്പോൾ അതിൻ്റെ ഓർബിറ്റ് ഒരു പ്രത്യേക ദിശയിൽ ഓറിയൻറ്റ് ചെയ്യും. അത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനുമായിട്ടാണ് ഈ ഓറിയൻറ്റേഷൻ പറയുക. then 3 magnetic quantum numbers will be associated with each atom. അത് ഏതൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ പഠിച്ച 3 വാല്യൂ ഉണ്ടല്ലോ, LSJ, എന്നില്ല LSJ, അതിൻ്റെ കൂടെ ഒരു M ചേർത്താൽ മതി. ML, MS, MJ. ML, MS, MJ എന്ന് പറയുമ്പോൾ L സഫിക്സ്, S സഫിക്സ്, J സഫിക്സ് എഴുതണം. ML, MS, MJ. അപ്പോൾ 5ാമത്തെ കോഡ് നമ്പറാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ കോഡ് നമ്പർ MS. ദിസ് കോഡ് നമ്പർ 5ാമത്തെ മാഗ്നറ്റിക് ഓർബിറ്റൽ, അപ്പോൾ അത് ML ആണ്. ML. ദിസ് കോഡ് നമ്പർ ML ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് L വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ. എല്ലിൻ്റെ പ്രൊജക്ഷനാണ്. പ്രൊജക്ഷൻ്റെ കോസൈറ്റ കമ്പൗണ്ട് എന്ന് പറയും. ML ഈസ് L കോസൈറ്റ എന്ന് പറയും. അതൊരു പടത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒരു സെൻറ്റൻസിൽ പറയാനുണ്ട്. The coordinate number ML can take 12% values. MLന് 12% values. L വാല്യൂ എത്രയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ 12% വാല്യൂ സ്വീകരിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ FL is 0, ML is 0, ഒറ്റ വാല്യൂ. ഇവിടെ എല്ലിട്ട് നോക്കിക്ക് 2 × 0, അപ്പോൾ 0 + 1, 1 വാല്യൂ. ആ 1 വാല്യൂ ആണ് ഇവിടെ 0 വരുന്നത്. ഈ FL is 1 എത്ര വാല്യൂ വരും? 3 വാല്യൂ വരും. അത് ഇപ്പോൾ ML 1 0 -1. ഈ FL is 2, ML is 5 വാല്യൂ വരണം. 2 × 2 4 + 1. ആ 2 1 0 -1 -2 ആൻഡ് സോ ഓൺ. അങ്ങനെയാണ്. ഈ L വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് അവിടെ 7 വാല്യൂസ് കിട്ടും. 3 2 1 0 -1 -2 -3 അങ്ങനെ പോകും. The allowed values of ML when L is equal to 3 are represented in the diagram. അപ്പോൾ ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നത് ഇതാണ് ഡയഗ്രാം കേട്ടോ, ഈ ഡയഗ്രാം. ആ 2ാമത്തെ പടമാണ് ML വാല്യൂസ് കാണിക്കുന്ന പടം. രണ്ടാമത്തെ പടം L വാല്യൂ 3 ആണെങ്കിൽ ML എത്ര വാല്യൂ നോക്കി. മുകളിൽ നിന്ന് ഇപ്പോൾ വായിക്കുന്നത് 3 ഏറ്റവും ടോപ്പിലാകട്ടെ. 3 2 1 0 -1 -2 -3. അതിൻ്റെ ഫുട് നോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂസ് ഓഫ് ML, L സഫിക്സ് പോസിറ്റീവ് വാല്യൂസ് ML വെൻ L is equal to 3. ഈ ഫസ്റ്റ് പടം കാണിക്കുന്ന ഓറിയൻറ്റേഷൻ ആണ്, എത്രമാത്രം ചരിയും. അപ്പോൾ L കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീറ്റ ആംഗിൾ ആണെങ്കിൽ ML ആണ്, ഫീൽഡ് ഡയറക്ഷനിലാണ്. ML എന്നുള്ള കണ്ടോ, ഫീൽഡ് H ഡയറക്ഷൻ, ഫീൽഡ് B എന്നോ H എന്നോ പറയാം. അപ്പോൾ H ഡയറക്ഷൻ ML കിടക്കുന്നത്, L ആണ് ഓർബിറ്റൽ കോർഡിനേറ്റ് നമ്പർ. ഓർബിറ്റിന് പെർപെൻഡിക്കുലറായിട്ടാണ് അതിൻ്റെ ഓർബിറ്റൽ കോർഡിനേറ്റ് നമ്പർ. അതിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ML കിടക്കുന്നത്. ML is L cos θ. നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ എടുത്താൽ cos θ ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ML/L എന്ന് കിട്ടും. അപ്പോൾ ML L cos θ എന്ന് കിട്ടും. L cos θ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ ഓഫ് L വെക്ടർ ഇൻ ദ ഫീൽഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ML is L cos θ. ഇതിൽ ഈ 2 പടത്തിൽ 2ാമത്തെ പടം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഡയഗ്രാമാണ്. അത് വരയ്ക്കാനായിട്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഡ്രോ represent in a diagram the possible values of ML when L is equal to 3.
represent in a diagram the possible values of ml when L is 3. അപ്പോൾ L വാല്യൂ ആണ് നമ്മൾ ആരുമായിട്ട് കാണിക്കുന്നത്, സൈഡിലോട്ട് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രൊജക്ഷനായിട്ട് ഇങ്ങോട്ട് മാറി -3, -2, -1, 0 എന്നുള്ള ഈ 7 വാല്യൂ. L2ൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ L2 ആണെങ്കിൽ ML 5 വാല്യൂ ഉള്ളു. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് മുകളിൽ നിന്ന് +2, പിന്നെ അടുക്കൊന്ന്, പിന്നെ ഏറ്റവും സെൻറ്ററിൽ 0, പിന്നെ -1, -2, അങ്ങനെ 5 വാല്യൂ കൊടുക്കാവും. അപ്പോൾ ഈ പടം നമുക്ക് വലുതാക്കാൻ ചെറുതാക്കാം. L വാല്യൂ മാറിയാൽ ഇത് L is equal to 3യുടെ പോസിബിൾ വാല്യൂസാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷനാണ്, ചരിവാണ് ആദ്യ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡയഗ്രാം. ഓറിയൻറ്റേഷൻ ML when L is equal to 3. ഓറിയൻറ്റേഷൻ ML എന്ന് മാത്രം. ഇത് പോസിബിൾ വാല്യൂസ് ML when L is equal to 3. അതാണ് രണ്ടാമത്തെ പടം. ഇനി നമ്മൾ പറയുന്നത് ആറാമത്തെ കോൺ നമ്പർ, മാഗ്നറ്റിക് സ്പിൻ കോൺ നമ്പർ MS. അപ്പോൾ അതിൻ്റെ പടം നോക്കിക്കേ. അതിൻ്റെ പടം ഇവിടെ S ആണ് മുകളിലോട്ടും താഴോട്ടും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊജക്ഷനായിട്ട് വരുന്നത് MS 1/2 മുകളിൽ വരും, താഴെ MS -1/2. S ഹാഫ് ആണെങ്കിൽ MS 2 വാല്യൂ, 2s + 1, 2 ½ + 1 2 വാല്യൂ, അത് +1/2 -1/2 ആണ്. ദ കോർഡിനേറ്റ് നമ്പർ MS is the projection of S vector in the field direction. MS is cos theta. നമ്മൾ ML പറഞ്ഞ പോലെ തന്നെ MS പറയണം. ML is smallest cos theta. MS can take 2s + 1 values. That is 2 values. That is half and -half. The perimetered values of MS and their orientation are shown in the figure. ഇതാണ് MS-ൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇതിലുണ്ട് പോസിബിൾ വാല്യൂസ് ഓഫ് MS when S is half. Possible values of MS when S is half. ഇതിന് ഒറ്റപ്പടയുള്ളു. എസിന് ആകെ ഒറ്റ വിലയുള്ളു. അപ്പോൾ MS-ന് ആകെ 2 വിലയുള്ളു, +1/2 -1/2. ഇനി നമുക്ക് വരുന്ന ഏതാണ്? ഏഴാമത് കോൺ നമ്പർ MJ. MJ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം കോൺ നമ്പർ. അപ്പോൾ അത് ടൈറ്റിൽ ലെങ്തിയാണ്, അപ്പോൾ വായിച്ചു പഠിക്കണം. MJയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം കോൺ നമ്പർ. അപ്പോൾ മാഗ്നറ്റിക് മാറ്റിയാൽ നമ്മൾ എന്ത് വായിക്കും? ടോട്ടൽ ആംഗുലാർ മൊമെന്റം കോൺ നമ്പർ. അത് നമ്മൾ നേരത്തെ പഠിച്ച J ആണ്, മൂന്നാമത്തത്. ഇത് മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം കോൺ നമ്പർ. അതിൻ്റെ ഓറിയൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ പോസിബിൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ ലെഫ്റ്റ് ഫിഗർ ഓറിയൻറ്റേഷൻ ഓർബിറ്റുമായിട്ട് ചരിഞ്ഞ് കിടക്കുന്ന കാണിച്ചിരിക്കുന്നത്. MJ പെർപെൻഡിക്കുലർ, തീറ്റ ചരിഞ്ഞ്, J പെർപെൻഡിക്കുലറായിട്ട് കൊടുത്തിട്ടുണ്ട്. MJ is J cos theta എന്നുള്ളതാണ് റൂള്. പിന്നെ തീറ്റ അവിടെ കാണിച്ചിട്ടില്ല, അതിൻ്റെ പ്രൊജക്ഷനാണ് MJ ആയിട്ട് ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ പോസിബിൾ വാല്യൂസ് ഓഫ് MJ when J is equal to 3/2 ആണ്. അപ്പോൾ MJക്ക് ഒരു 3/2, Jക്ക് ഒരു 3/2 വാല്യൂ ഉണ്ടെങ്കിൽ MJയുടെ വാല്യൂ ഇത്രയാണ്. അതിന് 2J + 1 വാല്യൂസ് ആണ്. അപ്പോൾ ഒരു 4 വാല്യൂസ് വരും. ഏതാണ് 4 വാല്യൂസ്? 3/2, 1/2, 0 ഇല്ല, -1/2, -3/2. അത് താഴെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക്. MJ is the projection of J vector in the field direction. That is MJ is J cos theta. MJ can take 2J + 1 values. For example, if J is equal to 1/2, MJ is 1/2 -1/2. 2J + 1 വാല്യൂസ് ആണ്. Jയുടെ വാല്യൂ അവിടെ ഹാഫ് ഇട്ട് നോക്ക്. അപ്പോൾ 2 വാല്യൂസ്, അത് 1/2 -1/2 ആണ്. If J is equal to 3/2, 4 വാല്യൂസ് വരും. MJ is 3/2, 1/2, -1/2, -3/2. If J is equal to J is 5/2, അടുത്ത 5/2 കേട്ടോ, 3/2 ഇല്ല, രണ്ടാമത്തെ 3/2, അടുത്ത 5/2. MJ is 5/2, 3/2, 1/2, -1/2, -3/2, -5/2. അവസാനത്തെ മൈനസ് കേട്ടോ, മൈനസ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. If J is equal to 5/2,
mj is 5/2, 3/2, 1/2, -1/2, -3/2, -5/2. ആ മൈനസ് അവിടെ മിസ് ചെയ്തിരിക്കുകയാണ്. Figure B illustrates the possible values of mj when j is 3/2. ഇതാണ് പടം, ഈ കാണുന്ന പടമാണ്. പോസിബിൾ വാല്യൂസ് ഓഫ് mj when j is 3/2. ഇനി 5/2 ആണെങ്കിൽ നമ്മളത് ഒതുക്കിയിട്ട് മുകളിൽ ഒരു 5/2 ചേർക്കണം, താഴെ ഒരു -5/2 ചേർക്കണം. അപ്പോൾ ഇതെല്ലാം തീർന്നു. അപ്പോൾ നമ്മളൊരു 4 പോയിന്റായിട്ട് എസ്സേ പറഞ്ഞു കേട്ടോ. ആദ്യത്തെ പോയിന്റ് ഡ്രോബാക്സ് ഓഫ് BS ആറ്റം മോഡൽ. രണ്ടാമത്തെ പോയിന്റ് 2 കൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻഡ്, സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ, സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോതെസിസ്. മൂന്നാമത്തെ പോയിന്റ് 7 ക്വാണ്ടം നമ്പർ എക്സ്പ്ലെയിൻ ചെയ്തു. 7 ക്വാണ്ടം നമ്പർ NLSJ ML MS MJ 7 ക്വാണ്ടം നമ്പർ എക്സ്പ്ലെയിൻ ചെയ്തു. നാലാമത്തെ പോയിന്റ് കൺക്ലൂഷൻ. ഇത്ര എഴുതിയത് നമ്മളൊരു സെന്റൻസിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. Since the orbital spin and total angular momentum of electrons are regarded as quantized vectors, the atom model built on such considerations is called the vector atom model, or the quantum atom model. എല്ലാ വെക്ടേഴ്സിനെ ആംഗുലാർ മൊമെന്റം വെക്ടറിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ആറ്റം മോഡലിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ആറ്റം മോഡൽ അല്ലെങ്കിൽ ക്വാണ്ടം ആറ്റം മോഡൽ. അപ്പം അതിൻ്റെ പ്രോബബിൾ ക്വസ്റ്റ്യൻസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നോക്കുക. എസ്സാണ് ആദ്യത്തത്. ഡിസ്ക്രൈബ് ദി വെക്ടർ ആറ്റം മോഡൽ ആൻഡ് എക്സ്പ്ലെയിൻ ദി വേരിയസ് ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ 4 പോയിന്റ് പറയണം നിങ്ങൾ. ആ കൺസെപ്റ്റ് 2 എണ്ണം പ്രത്യേകം പഠിച്ചോളണം. ഈ ഷോർട്ട് ആൻസർ, ആ കൺസെപ്റ്റുകളുടെ ക്വസ്റ്റ്യനാണ് ഷോർട്ട് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് സ്പെഷ്യൽ ക്വാണ്ടൈസേഷൻ, ആ പാരഗ്രാഫ് കൊടുക്കണം. എക്സ്പ്ലെയിൻ സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോതെസിസ്, ഓർബിറ്റ് ഇലക്ട്രോൺ സ്പിന്നിങ് വരച്ചിട്ട് പടം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. റെപ്രസെൻറ്റ് ഡയഗ്രമാറ്റിക്കലി ഓൾ വാല്യൂസ് ഓഫ് ML വെൻ L is equal to 3. നമ്മൾ കണ്ട പടം വരച്ചു നമ്മൾ. നമ്പർ 5 റെപ്രസെൻറ്റ് ഡയഗ്രമാറ്റിക്കലി ഓൾ വാല്യൂസ് ഓഫ് MJ വെൻ J is equal to 3/2. അത് ലാസ്റ്റ് വരച്ച പടം. പിന്നെ അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ലിസ്റ്റ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, ലിസ്റ്റ് ഓൾ ദി ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ. വെക്ടർ ആറ്റം മോഡലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വാണ്ടം നമ്പറുടെയും പേര് പറയുക. അതൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. 1 മാർക്കാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പേര് എഴുതിയാൽ മതി. ഏതൊക്കെയാണെങ്കിൽ 1 മാർക്ക് 2 മാർക്ക്. ഇപ്പോൾ 7 എണ്ണത്തിൻ്റെ പേര് എഴുതാൻ തന്നെ സമയം എടുക്കുമല്ലോ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത്തെ സ്പിൻ ക്വാണ്ടം നമ്പർ, നാലാമത്തെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ, അഞ്ചാമത്തെ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, ആറാമത്തെ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ, ഏഴാമത്തത് മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ലിസ്റ്റ് ഓൾ ദി 7 ക്വാണ്ടം നമ്പേഴ്സ് അസോസിയേറ്റഡ് വിത്ത് വെക്ടർ ആറ്റം മോഡൽ. അപ്പോൾ 7 എണ്ണത്തിൻ്റെ പേര് പഠിച്ചിരിക്കണം. And that is all with your 5th lecture on atomic physics. Thank you very much.